ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇന്ന് വിചാരിക്കുന്നുണ്ടായി ഇന്ന് എന്ത് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നതെന്ന്. അതായത് ഈ ക്യാപ്പൊക്കെ പതിവില്ലാതെ എൻ്റെ തലയിൽ കാണുന്നുണ്ട്. ഇത് ഞാൻ വെറുതെ വെച്ചതാണ് കേട്ടോ. കാരണം ഈ ഒരു ക്യാപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായെങ്കിലും ഇത് എനിക്ക് എവിടെയും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കളറും ഒരു ക്യാപ്പ് മോഡലും ഒക്കെയാണിത്. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് നടക്കാം. വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാരി കളക്ഷനാണ് കേട്ടോ. അതായത് എനിക്ക് കുറച്ച് സാരികൾ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ അങ്ങനെ സാരികൾ മേടിക്കാറില്ല. ഒന്നാമത് അത് എനിക്ക് കൊടുക്കാൻ അറിയത്തില്ല. പിന്നെ സാരി നമ്മളങ്ങനെ എല്ലാ ഫങ്ഷൻസൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പം അധികമായിട്ട് അങ്ങനെ സാരി ഞാൻ മേടിക്കാറില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാരികളുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആർക്കും വേണമെങ്കിൽ ഈ വീഡിയോയിലേക്ക് കടന്നു തരാം കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ സപ്പോർട്ടും ചെയ്യാം. അപ്പോൾ വീഡിയോ ഒട്ടും വൈകാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ സാരികൾ. അൻഷു ബേബി അപ്പുറത്തുണ്ട്. എൻ്റെ സാരികളൊക്കെ ഇന്ന് മിക്കവാറും എനിക്ക് ഡബിൾ പണിയാക്കി തരും കേട്ടോ ആള്. അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കാതെ പെട്ടെന്ന് ഈ വീഡിയോ എടുത്ത് തീർക്കണം. കാരണം ആളെൻ്റെ ബാക്കിലുണ്ട്. എൻ്റെ സാരി എല്ലാം കൂടി എടുത്തിട്ട് അവൻ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് കാണിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ്. ഒരു സെറ്റ് ഒരു കസവ് സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതിനെന്താ ഇത്ര മെമ്മറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എനിക്ക് കല്യാണം കഴിയുന്നതിന് മുന്നേ ഹസ്ബൻഡ് കൊണ്ടുതന്ന ഒരു സാരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു സാരി. പിന്നെ ഇതിൻ്റെ ഉള്ള ഡിസൈന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഡിസൈനാണ്. ഞാൻ കാണിക്കാം. ഇതിൻ്റെ സൈഡ് ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. കൃഷ്ണനും രാധയുമായിട്ടുള്ള ഇതിൻ്റെ ബോർഡറിലൊക്കെ ആ ഒരു ഡിസൈൻ വന്നിട്ട് മുന്താണിയിലും ഇതുപോലെ ഇതിൻ്റെ മുന്താണി വരുന്നത് പണ്ടിക ഡിസൈനാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഒരു സാരി. ഇനി ഇതൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ മടക്കി വെക്കാനുള്ളതാണ് ഏറ്റവും വലിയ പണി. ഇനി അടുത്തൊരു സാരി കണ്ടില്ല, റോസ് കളറിൽ വരുന്നത്. എനിക്കിതും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് തന്നെയാണ് ഈ സാരിയിൽ ത്രൂ ഔട്ട് വരുന്നത് ഫുള്ളായിട്ട്. അപ്പോൾ നല്ലൊരു കളറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഈ ഒരു സാരിയൊക്കെ. എൻ്റെ കയ്യിൽ വളരെ കുറച്ച് കളക്ഷൻസ് ഉള്ളതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടാമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇതിൻ്റെ ബ്ലൗസൊക്കെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ ബ്ലൗസിനും ഇതുപോലെ എന്താ പറയുക കെട്ട് വെക്കാറുണ്ട്. ഇതിന് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പഫ് സ്ലീവ് വന്നിട്ട് ഇതിങ്ങനെ വരുന്നതാണ്. ഒട്ടുമിക്കവർക്കും ഇങ്ങനത്തെ ഡിസൈനൊക്കെ ഉണ്ടായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണിത് കേട്ടോ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫ്രണ്ടിൽ കപ്പ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത്. പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു സാരിയാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. ഇഷ്ടപ്പെടാൻ വേണ്ടി പ്രത്യേക ഒരു കാരണമുണ്ട്. കാരണം എൻ്റെ അൻഷു ബേബി ജനിച്ചിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഇട്ട ഒരു സാരിയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് അതുകൊണ്ട് ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സാരി പിന്നെ പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് തന്നെയാണ് ഫുള്ളായിട്ട് വർക്ക് വരുന്നത്. നല്ലൊരു കളറാണ്. ഹസ്ബൻഡിൻ്റെ സെലക്ഷനാണ്. എൻ്റെ ഒട്ടുമിക്ക സാരി എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് സെലക്ട് ചെയ്യാറ്. ആൾക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസും ഞാൻ നേരത്തെ കാണിച്ച രീതിയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ ഇതിന് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഹാൻഡ് വർക്കൊക്കെ ഞാൻ ചെയ്തതാണ് കേട്ടോ. നമ്മൾ പുറത്തൊക്കെ കൊടുത്ത് ഇതുപോലെ ഹാൻഡ് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു 500 റുപ്യ നമുക്കാവും. അവരൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നല്ല പൈസ നമുക്ക് മേടിക്കും. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഇതിന് ഇത്രയാണ്. ഇതിപ്പോൾ എനിക്ക് ലൂസായി. സമയത്ത് നല്ല ടൈറ്റ് ആയിരുന്നതായിരുന്നു. അപ്പോൾ ഇതിങ്ങനെയാണ് അതിൻ്റെ സ്ലീവ് വരുന്നത്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. ഇതിൻ്റെയൊക്കെ പിക്ചർ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇത് ബാക്കിൽ നമ്മളിതുപോലെ കെട്ടൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ സ്റ്റിച്ചിങ്ങും ചെയ്യുന്നത് പൂർണ്ണ ഡിസൈനാണ് കേട്ടോ. കണ്ണപുരത്തുള്ള പൂർണ്ണ ഡിസൈനാണ്. അതൊരു ബൊട്ടിക്കാണ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സാരിയാണ് അടുത്തത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന് സമയത്ത് എടുത്തതാണ്. നമ്മുടെ സൽക്കാരത്തിനൊക്കെ പോകുമല്ലോ, ആ ഒരു സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് എടുത്തൊരു സാരിയാണ്. ഇതും നല്ലൊരു സാരി തന്നെയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു കളറൊക്കെ, ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇതിൻ്റെ മുന്താണിയിൽ വരുന്ന വർക്കാണിത്. നല്ല രസമുള്ളൊരു സാരി തന്നെയാണ് കേട്ടോ.
ആണെങ്കിൽ ഇത് നമുക്കിത് ഇതിന് കുറച്ച് വലിയ ബോർഡറാണ്, എന്നാൽ കൂടി എനിക്കിത് ഭയങ്കര വിഷയം. ഇത് കുത്താണ്ടി നമ്മൾ ഒറ്റ പ്ലേറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതും ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറഞ്ഞ ഒരു സാരിയാണ് കേട്ടോ. കുറേ ആൾക്ക് ഈ ഒരു സാരി ഇഷ്ടമാണ് എൻ്റെ. പിന്നെ അതിൻ്റെ ബ്ലൗസ് പിന്നെ അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാ ഇങ്ങനെയാണ്, 3/4 സ്ലീവൊക്കെ ആയിട്ട്. ദൻഷു ബേബി ഇതിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോൾ പിന്നെ അവൻ അങ്ങനെയാണ്, നല്ല കുഴപ്പമില്ല അല്ലേ. അപ്പോൾ ഇതാ ഇങ്ങനെ ഇത്രയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. ഒരു സാധാ ബ്ലൗസാണ്, ഇതിന് പ്രത്യേകിച്ച് ഡിസൈനിങ് കാര്യങ്ങളൊന്നുമില്ല. ഇത് പൂർണ്ണ ഡിസൈൻസ് അല്ല തയ്ച്ചു തന്നത്, ഇത് ആ ഒരു സമയത്ത് ആരോ തയ്ച്ചതാണ്, ആരാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത്രയേ ഉള്ളൂ അതിൽ വരുന്നത്. പിന്നെ അടുത്തൊരു സാരി എന്ന് പറയുമ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കളറാണ്. ക്യാമറയിൽ കറക്റ്റ് അതിൻ്റെ ഒരു കളർ വരുന്നില്ല കേട്ടോ. നല്ലൊരു കളറാണ്, നല്ലൊരു എന്താ ഈ കളറിന് പറയാമെന്ന് എനിക്കറിയത്തില്ല, നീലപ്പച്ച എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലത്തെ ഒരു ഷെയ്ഡ് അടിക്കുന്ന ഒരു കളർ. നല്ല രസമാണ്. ഇതിൽ പ്രത്യേകിച്ച് ഡിസൈൻ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതുപോലെ ഒരു ത്രെഡ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത്. ഇതിൻ്റെയൊക്കെ പിക്ക് ഇത് ഞാൻ ആകെ 2 വട്ടം അങ്ങനെ കൊടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഇതിന് വരുന്നത് പഫ് സ്ലീവാണ്. ഇത് മറ്റാരും കല്യാണം കഴിഞ്ഞപ്പോൾ ആ സമയത്ത് വാങ്ങിച്ച സാരിയാണ്. അപ്പോൾ ഇത് ആരാ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതെന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്ലീവ് എനിക്ക് അങ്ങോട്ട് അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിത് ഇതിൻ്റെ ബ്ലൗസ് മാറ്റി സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. ഈ ഒരു സ്ലീവ് എനിക്കിത് അത്ര കറക്റ്റായിട്ട് ഫിറ്റല്ല കേട്ടോ. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല, നമ്മളെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇടുമല്ലോ. പിന്നെ ഇതിനൊക്കെ ഞാൻ ബാക്കിൽ ഇതുപോലെ കെട്ട് വെച്ച് കൊടുക്കാറുണ്ട്. എനിക്കത് കുറച്ചുകൂടെ കംഫർട്ടായിട്ടോ. കെട്ട് വെക്കുമ്പോൾ നമുക്ക് വലിച്ച് ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒട്ടുമിക്ക ഇതിനും കെട്ട് വെക്കാറുണ്ട് കേട്ടോ ബാക്കിൽ. അപ്പോൾ ഇതാണ്, ഇതവിടെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു സാരി ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിനെടുക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് വിൻസിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് അടുത്തൊരു സാരിയാണ്, റെഡ് കളറിൽ വരുന്നതാണ്. നല്ല ഒതുക്കത്തിലുള്ളൊരു തുണിയാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ ഇട്ട പോലെ നിൽക്കും. പിന്നെ ഇതിൻ്റെ സൈഡിൽ മുന്താണിക്ക് ഇത് വരുന്നുണ്ട്, ചെണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ചെണ്ട് ഇതിന് ഓൾറെഡി ഉള്ളതല്ലായിരുന്നു, ഞാനിത് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ ചെണ്ട് നമുക്ക് ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് അറിയാമായിരിക്കും ഞാൻ പറയുമ്പം. ഞാനിതിങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു ചെണ്ടാണ് ഇതിന്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇതിൻ്റെ ബ്ലൗസും ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞത് നല്ലൊരു ബ്ലൗസാണ് വരുന്നതെന്ന്, ഡിസൈനിങ്. അപ്പോൾ ഇതോ ഇങ്ങനെയാണ് എൻ്റെ സ്ലീവിൽ കൊടുത്ത ഡിസൈൻ കേട്ടോ. ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും, നമ്മൾ ഫുള്ളായിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെണ്ട് വരുന്ന വിധത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിന് ബാക്കിൽ നമ്മളിതുപോലെ രണ്ടും നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത്. ഞാൻ ബാക്കിലാണ് ഹുക്ക് വെച്ചേക്കുന്നത്. എനിക്ക് ഒട്ടുമിക്ക സാരിക്കും ബാക്കിൽ ഹുക്ക് വെക്കുന്നതാണ് ഇഷ്ടം. ഫ്രണ്ടിൽ ആണെങ്കിൽ നമ്മൾ ഒറ്റ ഇതിൽ കസവിലൊക്കെ ഇടുമ്പോൾ എന്താ കുറച്ച് ബോറായിട്ട് തോന്നാറുണ്ട്, ഇവിടെയൊക്കെ പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ബാക്കിൽ ഹുക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം എനിക്ക് അങ്ങനെ തോന്നാറില്ല കേട്ടോ. എൻ്റെ പേഴ്സണലി ഒരു അഭിപ്രായം കേട്ടോ, അത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അടുത്തതൊരു യെല്ലോ കളർ സാരിയാണ്, നല്ല കളറാണ്. ക്യാമറയിൽ ആ കറക്റ്റ് കളറ് കിട്ടുന്നില്ല കേട്ടോ. നല്ലൊരു കളറുള്ളൊരു സാരിയാണ്. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് എടുത്ത സാരിയാണ്. ഞാനും എൻ്റെ കസിനും സെയിം ഇതിൽ എടുത്ത സാരിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ പിക്കിപ്പോൾ എൻ്റെ കയ്യിലില്ല, ഉണ്ടെങ്കിൽ ഞാനിവിടെ അപ്ലോഡ് ചെയ്തേനെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സാരി ആയിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ ഇത് ആ ഒരു സമയത്ത് ഇറങ്ങിയ ഒരു മോഡലാണ്. ഇതുണ്ടെങ്കിലേ നമ്മൾ ഇടുമ്പോൾ നമുക്കിത് ഒറ്റ പ്ലേറ്റിലിട്ട് കുത്തുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി വരുന്നത്. അതിൻ്റെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ വരുന്നതാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സാരിയാണ്. ഞാനും കസിനും സെയിം രീതിക്ക് എടുത്തൊരു സാരിയാണ്, ഒരുപോലെ ഡ്രസ് കോഡ് ആക്കിയതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഈ സാരി കണ്ടിട്ട്. പിന്നെ ഇതൊന്നും അങ്ങനെ അധികം ഇടാൻ വേണ്ടി പറ്റില്ല, കാരണം ഇത് ഒറ്റ പ്ലേറ്റിലിട്ട് കുത്തേണ്ടത് തന്നെ കുറച്ച് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒറ്റ പ്ലേറ്റിലിട്ട് കുത്തുമ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാത്ത സാരിയാണ്. അതുകൊണ്ട് തന്നെ ഇത് പുതുക്കമായാതിരിക്കുന്ന സാരി, അതിൻ്റെ എല്ലാ സാരിയും അങ്ങനെ തന്നെ ഞാൻ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. ഒട്ടുമിക്ക ഇത് അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സാരി അങ്ങനെ ഇടാൻ അറിയത്തില്ല, എത്ര വട്ടം ട്രൈ ചെയ്താലും എനിക്കത് അറിയത്തില്ല കേട്ടോ. അമ്മമാരാണ് എനിക്ക് സാരി ഉടുപ്പിച്ച് തരാറ്, 2 അമ്മമാരും അങ്ങനെ. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതല്ല ആക്ച്വലി ഇതിൻ്റെ ബ്ലൗസ്.
വേറൊരു ബ്ലൗസായിരുന്നു. ഞാനിപ്പം കറൻലി യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്ലൗസാണ് കേട്ടോ. ഇതിന് ഞാൻ രണ്ട് കയ്യിലെന്താ ഇത് വെക്കാതെന്ന് വെച്ചാൽ ഒറ്റ പ്ലേറ്റിൽ ഇടുന്നത് കൊണ്ട് ഞാനത് എന്താ പറയുക രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗത്തെ കളറൊക്കെ പറഞ്ഞു പോയപ്പം കളറ് പോയിരുന്നു. അപ്പം ഞാനത് പറിച്ചു കളഞ്ഞു. പിന്നെ ഈ ഭാഗത്ത് അങ്ങനെ കാണത്തില്ലല്ലോ, അതുകൊണ്ട് ഒറ്റ പ്ലേറ്റിലിടുമ്പോൾ ഈ ഭാഗത്ത് കാണാത്തത് കൊണ്ട് കുഴപ്പമില്ല, അത് അവിടെ തന്നെ വെച്ച് പറിക്കാനുള്ള മടി കൊണ്ടാണ് ഗൈസ്. ഇത് നല്ലൊരു ബ്ലൗസാണ്, വെൽവെറ്റിൻ്റെ ബ്ലൗസാണ്. ഇതൊക്കെ ഞാൻ കല്യാണത്തിന് മുന്നേ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. ആക്ച്വലി ആ ഒരു സാരിയുടെ ബ്ലൗസ് ഇതല്ല കേട്ടോ. അപ്പോൾ അടുത്തത് വരുന്നത് ഒരു ബ്ലാക്ക് സാരിയാണ്. നല്ലൊരു സാരി കേട്ടോ, ഭയങ്കര ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. ഇത് തന്നെയാണ് ഇതിൽ ഫുള്ളായിട്ട് വർക്കും വരുന്നത്. ഈ ബ്ലാക്ക് സാരി നല്ല ബ്ലാക്കാണ്. ഞാനിത് മേടിച്ചത് മീഷോ എന്നാണ് കേട്ടോ. മീഷോ ഇത് ഓർഡർ ചെയ്യുമ്പം എനിക്ക് നല്ല കളറിൽ തന്നെ കിട്ടുമോ എന്നുള്ളത് ഡൗട്ട് ഉണ്ടായിരുന്നു. കിട്ടിയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, കാരണം നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ. ധനുഷ് ബേബി ഇടയ്ക്ക് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഓടുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സാരിയാണ് കേട്ടോ. ഇതിങ്ങനെ കുത്തിയിട്ടായാലും നമുക്ക് ഒറ്റ പ്ലേറ്റിലിട്ടാലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞവർ, നല്ല കമൻസ് കിട്ടിയൊരു സാരിയാണ് എനിക്കിത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പ്രത്യേകം പറഞ്ഞ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് തന്നെയാണ്. ഒരു പഫ് സ്ലീവൊക്കെ കൊടുത്തിട്ട് ഇതിനിവിടെ ഒരു അടിവൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഇതുപോലെ ഹാങ് ചെയ്ത് കുറച്ച് കല്ലകൾ ഇതിലിങ്ങനെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഈ ബ്ലൗസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതിനും ബാക്കിലാണ് ഹുക്ക് വെച്ചേക്കുന്നത്, കണ്ടില്ലേ. സെപ്പറേറ്റ് തുണിയെടുത്ത് മെറ്റീരിയൽ എടുത്ത് അടിച്ച ബ്ലൗസാണ് കേട്ടോ. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള മറ്റൊരു സാരിയാണ്. അപ്പോൾ അതിൻ്റെ ബ്ലൗസാണത്. ഇത് മറ്റൊരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു കളറാണ്. ഒരുപാട് ആൾക്കാർ ഇതിന് നല്ലൊരു കമൻസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇതിന് ഓൾറെഡി ഉള്ള ചെണ്ട് തന്നെയാണ്, ഞാൻ ആക്കിയതല്ല. നല്ലൊരു കളറാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുത്തിയിട്ടിട്ട് കഴിഞ്ഞാലും ഒറ്റ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് തന്നെയാണ് കളർ വരുന്നത്. അതിൻ്റെ ബോർഡറിലാണ് ഈ ഒരു പച്ച കളർ വരുന്നത് കേട്ടോ. അത്യാവശ്യം വലിയ സൈസാണ് ഇതിൻ്റെ ബോർഡർ. എനിക്ക് പൊതുവേ ചെറിയ ബോർഡറാണ് ഇഷ്ടമെങ്കിലും ഈ ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കുത്തിയിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇനി അതിൻ്റെ ബ്ലൗസ് പരിചയപ്പെടുകയാണെങ്കിൽ ഇതും ഞാൻ പറഞ്ഞു തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. പഫ് സ്ലീവായിട്ട് ഇതുപോലെ ഇതിന് വർക്ക് കൊടുത്തത് ഞാനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത്, കണ്ടില്ലേ. നല്ലൊരു ഭംഗിയുള്ളൊരു ബ്ലൗസാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരി തന്നെയാണിത് കേട്ടോ. ഫ്രണ്ടിൽ ഞാൻ എല്ലാത്തിനും ബാക്കിലാണ് കൊടുത്ത് വെക്കലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് ഇത്. ഈ മെറ്റീരിയൽ എന്നാൽ പറയാനൊന്നും എനിക്കറിയത്തില്ല. കാഞ്ചിക്കോട്ടനാണ്. നമ്മളിത് ബ്ലൗസിൻ്റെ തുണി സെപ്പറേറ്റ് വാങ്ങിച്ച് അടിച്ചതാട്ടോ. ഇതിന്ന് പീസ് കട്ട് ചെയ്ത് മാറ്റി വെക്കുക ചെയ്തേ, ഇതിൻ്റെത് എടുത്തിട്ടില്ല. അപ്പോൾ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് കാഞ്ചിക്കോട്ടൻ്റെ കാര്യം അറിയാലോ, അയൺ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്താ പറയുക ലോ ആക്കി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, ഉരുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തൊരു സാരി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള മറ്റൊരു സാരിയാണ്. ഇതാണ് ഞാൻ ലേറ്റസ്റ്റായിട്ട് വാങ്ങിച്ച ഒരു സാരി. ഇതിൻ്റെ ആ ഒരു ഡിസൈനിങ് കാര്യങ്ങളും കറക്റ്റ് മനസ്സിലാവുന്നില്ല കേട്ടോ ക്യാമറയിൽ. നല്ലൊരു ഷൈനിങ്, ഇതിന് ഫുള്ളായിട്ട് ഗ്ലിറ്ററിങ് വരുന്ന അങ്ങനെ ഒരു ത്രെഡാണ് ഇതിലേക്ക് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറാണ് കേട്ടോ ഇത്. ഞാനിത് പിന്നെ ഇത് വാങ്ങിച്ചത് തളിപ്പറമ്പ് സെഞ്ച്വറി എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് വേറെ ഒരു സംഭവം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. ഈ ഒരു സാധനം അവിടെ കണ്ടപ്പോൾ ഹസ്ബൻഡിനായാലും എനിക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെട്ട് അങ്ങനെ വാങ്ങിച്ചതാട്ടോ. അപ്പം വാങ്ങിക്കാൻ പോയ സാധനമല്ല വാങ്ങിച്ചത്. അങ്ങനെ ഉണ്ടാവല്ലോ നമുക്ക്, നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പം നമ്മൾ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരിക്കും. കാരണം ഇന്ന പോലെയുള്ള കളറോ അല്ലെങ്കിൽ അന്ന പോലെയുള്ള മോഡലൊക്കെ വാങ്ങിക്കണമെന്ന് ചിലപ്പോൾ പോകും. അവിടെ എത്തിയാലായിട്ട് ഫുള്ളായിട്ട് തലതിരിയല്ലേ. അപ്പോൾ തൊട്ട് മിക്കാളും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ വാങ്ങിച്ച ഒരു സംഭവമാണ് കേട്ടോ. എന്തായാലും ഈ സാധനം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിന് റേറ്റ് എന്ന് പറയുന്നത് 1000 സംതിങ്. കുറേ ആൾ നല്ല റേറ്റ് ഉണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷേ 1100 അങ്ങനെ ആറ്റേ ഇതിന് റേറ്റ് ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ അധികം ഒന്നും അങ്ങനെ ഹാഫ് സ്ലീവ് അടിക്കാറില്ല സാരിയിലൊന്നും, കാരണം ഞാൻ നന്നായിട്ട് മെലിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. എനിക്കിഷ്ടമാണ് ഇടാനൊക്കെ, മറ്റുള്ളവർ ഇട്ടിട്ടൊക്കെ കാണാൻ എനിക്കിഷ്ടമാണ്.
അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ, ഹാഫ് സ്ലീവ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ ഫ്രണ്ടിലും ബാക്കിലായാലും ഒരുപോലെയാണ് ഇതിൻ്റെ നെക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതൊക്കെ തയ്ച്ച് തന്നതും നേരത്തെ പറഞ്ഞ പൂർണ്ണ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് എൻ്റെ ഡ്രസ്സുകളിൽ തന്നെ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ടല്ല എനിക്കിഷ്ടം. ചിലത് നമുക്ക് ചില ഡ്രസ്സിനോടൊക്കെ പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവില്ലേ. അത് ഇതിനോട് എന്താ പ്രത്യേക ഒരു ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ഫങ്ഷന് വേണ്ടിയിട്ട്, അതായത് എൻ്റെ മോൻ്റെ പേരിടൽ ഫങ്ഷന് വേണ്ടിയിട്ട് എടുത്ത ഒരു ഇതാണ് കേട്ടോ. ഇതൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഏതാ പേജ് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. നല്ലൊരു ഇതാണ് കേട്ടോ. ഈ ഒരു കാപ്പി ആൻഡ് ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇതിൻ്റെ സ്കേർട്ടാണ് ഇത് വരുന്നത്. ഫുള്ളായിട്ട് ഇത് സ്കേർട്ടിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് കണ്ടോ, ബ്ലൗസ് ഇത് ബ്രൗണിൽ തന്നെ വരുന്നൊരു ബ്ലൗസാണ്. ഞാൻ ഇതിന് ഷോർട്ട് സ്ലീവാണ് അടിച്ചേക്കുന്നത്, പഫിൽ വരുന്നത്. അങ്ങനെ ഇത് രണ്ടും ഫ്രണ്ടിലും ബാക്കിലും നെക്ക് സെയിം ആണ് അടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ മകൻ്റെ പേരിടൽ ചടങ്ങിന് എടുത്തതായതുകൊണ്ട് എനിക്കിത് അത്രയും പ്രിയപ്പെട്ടതാട്ടോ. പിന്നെ അതിൻ്റെ ഷോള് വരുന്നത് ഇതാണ്. നല്ല ഒതുക്കാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ. ഷോള് വരുന്നത് ഇതാണ്. ഇത് കുറച്ച് ലെങ്ത്ത് ഓവറായിരുന്നു. എനിക്കധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ലെങ്ത്ത് ഓവറായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇവിടെയൊക്കെ വലിയൊരു കസവായിരുന്നു, ഒരു സിൽവർ ബോർഡർ ആയിരുന്നു വലിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈസ് കുറച്ചിട്ട് അടിച്ചു വെച്ചതാണ് കേട്ടോ. ഇപ്പം എനിക്കിത് കറക്റ്റാണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു എന്താ പറയുക, വളരെ മെമ്മറബിളായിട്ടുള്ളൊരു ഡ്രസ്സാണിത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ സാരി കളക്ഷൻസ്. വളരെ കുറച്ച് സാരികളെ എനിക്കുള്ളൂ, എന്നാൽ കൂടി എനിക്ക് ഉള്ളതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് പറയാം കേട്ടോ. എൻ്റെ സാരികളൊക്കെ ഇഷ്ടമായോ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക്. അപ്പോൾ ഇനി എനിക്ക് എന്താ പണിയെന്ന് വെച്ചാൽ, ഈ സാരി വലിച്ചിട്ടതൊക്കെ നല്ല നീറ്റായിട്ട് വെക്കണം. പിന്നെ നമ്മൾ സാരിയൊക്കെ ആണെങ്കിൽ നല്ല നീറ്റാക്കി മടക്കി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അത് ഒരു ഭംഗി ഉണ്ടാകത്തില്ല. നമ്മൾ ചിലപ്പോൾ തേച്ച് കഴിഞ്ഞാലും അതിന് ആ ഒരു ഭംഗി കിട്ടത്തില്ല. അതിൽ ലൈൻസൊക്കെ വീണ് കഴിഞ്ഞാൽ ചില സാരികളൊക്കെ നീരാൻ വേണ്ടി ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നീറ്റായിട്ട് മടക്കി വെക്കണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല, എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.